ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേലിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇടുക്കിയിലെ യാത്രയൊക്കെ നിങ്ങൾക്കറിയാം, നല്ല രസമാണ്. വളവും തിരിവുമൊക്കെയുള്ള റോഡുകളാണെങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണുന്നതിന് വേണ്ടിയിട്ട്. അവിടേക്ക് പോകുന്നതിന് വേണ്ടി കോട്ടയം കുമളി റോഡിൽ പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനത്തിന് അടുത്തായിട്ടാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി മുകളിലാണ് ഈ പാഞ്ചാലിമേട്. എൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മഴയുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് കോടമഞ്ഞുണ്ടാവും. അപ്പോൾ ഒത്തിരി മഴയുള്ള സമയത്തൊക്കെ പോകാതിരിക്കാൻ നമുക്ക് യാത്ര ചിലപ്പം അല്പം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നവർ മഴയില്ലാത്ത സമയത്തും പിന്നെ ഒത്തിരി രാത്രിയായിട്ടും പോകാതിരിക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാ വശവും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെയാണെന്നാണ് പറയുന്നത്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ 350 രൂപയാണ് കേട്ടോ സിപ്പ് ലൈനിൽ നമ്മൾ കയറുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല കല്ലൊക്കെ പതിപ്പിച്ച റോഡാണ്. അപ്പം നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രായമായവർക്കൊക്കെ കയറിപ്പോകാം കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തുന്നതിന് വേണ്ടി 14 സ്ഥലങ്ങളിങ്ങനെ കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കല്ല് പതിച്ച വഴിയായതുകൊണ്ട് പ്രായമായവർക്കും ഒക്കെ കയറിപ്പോകാം. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പുണ്ട് കേട്ടോ. ജീപ്പ് നമുക്ക് അവിടുന്ന് കുറച്ച് പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ ജീപ്പിൽ നമ്മൾ മേല് വരെയും കൊണ്ടുപോകും. ഞങ്ങൾ പോയ സമയത്ത് മഴ പെയ്യാനുള്ളൊരു കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ നടത്തില്ല, ഭയങ്കര തണുപ്പായിരുന്നു, അതുപോലെ കാറ്റുമായിരുന്നു കേട്ടോ. പൊതുവേ അവിടെ ചൂട് കുറവാണ് ഈ ഒരു പ്രദേശത്ത്. അപ്പം നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ആരും ടയേർഡാകത്തൊന്നുമില്ല. നമുക്ക് ഒത്തിരി കുന്ന് മല അങ്ങനെയൊന്നുമില്ല, ഒത്തിരി കല്ലും അങ്ങനെയൊന്നുമില്ല. നമുക്ക് കയറിപ്പോകാൻ പറ്റിയൊരു എല്ലാം കണ്ട് കേട്ട് വരാൻ പറ്റിയാണ്. പിന്നെ നമുക്ക് ഇരിക്കാൻ അവിടെ ചെറിയ ചെറിയ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കും ഒക്കെ നല്ല എന്താ പറയുക, നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ അവിടെ താഴെയായിട്ട് ചെറിയൊരു തടാകമുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഞാൻ ഇറങ്ങിപ്പോയില്ല കേട്ടോ. പിന്നെ നേരം വൈകിയോണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിച്ച് പോകുന്നവർക്കും എന്തെങ്കിലും ഷൂട്ടും കാര്യങ്ങളുള്ളവർക്കൊക്കെ ആയാലും ഈ ഒരു പ്ലേസ് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇടുക്കി ഭാഗത്തോട്ട് കുട്ടിക്കാനത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഭാഗം വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ താഴെ വലിയ കടകളൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും സാധനം ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ ഈ മല ഇറങ്ങി താഴെ വന്ന ശേഷമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ജീപ്പ് കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും.